Hi friends, welcome back to our channel Anu Simply Beauty. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺസ്ക്രീനെ കുറിച്ചിട്ടാണ്. നല്ല വേനൽക്കാലം തുടങ്ങിയല്ലേ, അപ്പം നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ മിക്ക ആളുകളും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോകുന്നവരായിരിക്കും. ചില ആളുകൾ കുറച്ച് പേര് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരായിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ സൺസ്ക്രീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ച് തുടങ്ങിയാൽ ക്യാൻസർ അല്ലെങ്കിൽ അലർജി ഉണ്ടാവും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഏത് സ്കിൻ ടൈപ്പിന് എങ്ങനെയുള്ള സൺസ്ക്രീനാണ് വാങ്ങുക എന്നൊക്കെയുള്ള സംശയങ്ങളും ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പലർക്കും അറിയത്തില്ല. എന്താണ് ഈ സൺസ്ക്രീൻ? സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഡേഞ്ചറസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സ്കിന്നിനെ ചെറുക്കുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് സൺസ്ക്രീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാം നിങ്ങൾക്ക് UVA UVB എന്നൊക്കെ. ഓക്കെ, UVAB എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അൾട്രാ വയലറ്റ് രശ്മികൾ എന്നത് 3 തരത്തിലാണുള്ളത്. ഓക്കെ, UVA UVB UVC ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ അൾട്രാ വയലറ്റ് രശ്മികൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ UVA എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് കയറുന്നതും അതുപോലെ തന്നെ സ്കിന്നിൽ ചുളിവ് ഇറിറ്റേഷനൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു രശ്മിയാണ് UVA എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് പ്രായം പെട്ടെന്ന് കൂടും, സ്കിന്നിൽ ചുളിവുകൾ വരും, അതുപോലെ തന്നെ സ്കിന്നിൽ കരുവാളിപ്പ് വരും എന്നൊക്കെ പറയുന്നതിന് കാരണമാകുന്ന രശ്മിയാണ് UVA. ഓക്കെ, അടുത്തത് വന്നിട്ട് UVB, രണ്ടാമത്തത് അല്ലേ. അപ്പോൾ ഈ UVB എന്നത് നമ്മുടെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളലുണ്ടാവും, മാത്രമല്ല സ്കിന്നിൽ ഇറിറ്റേഷൻ വരും, അതുപോലെ അലർജി പോലെയുള്ള കാര്യങ്ങൾ, ക്യാൻസർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു രശ്മിയാണ്, അതിന് വരെ കാരണമാകാൻ ചാൻസ് ഉള്ള രശ്മിയാണ് UVB എന്നത്. ഓക്കെ, അതായത് സ്കിൻ ഇറിറ്റേഷൻ, അതുപോലെ തന്നെ ചൊറിച്ചിൽ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്ന രശ്മിയാണ് UVB. ഓക്കെ, നമ്മളിവിടെ എയും ബിയും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് C ആണ്, മൂന്നാമത്തത് C. ഈ C എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനകത്ത് പൊള്ളൽ ഏൽക്കാനും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച മങ്ങൽ ഉണ്ടാവാനും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്ന രശ്മിയാണ് ഈ C എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് നമ്മളൊരു സൺസ്ക്രീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവൂലേ? പിന്നെ ഞാൻ ഈ ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയതിന് ശേഷം അതിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ഞാനൊരു നോട്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ സൺസ്ക്രീനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കിത് വെരി യൂസ്ഫുൾ ആവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് വരാം. പിന്നെ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവോ എന്നുള്ളതാണ്. അത് നമുക്ക് 6 months എബവ്, അതായത് 6 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികൾ മുതൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സൺസ്ക്രീൻ. ഓക്കെ, അതായത് 6 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ടാവും, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേക എന്താ പറയുക, ഒരു തരംതിരിവ് തന്നെ ഉണ്ട്. കാരണം ഫിസിക്കൽ, കെമിക്കൽ, അതുപോലെ ബോഡി സ്പെക്ട്രം, ഓക്കെ, അങ്ങനെയായിട്ട് നമുക്ക് സൺസ്ക്രീൻ മേടിക്കാൻ കിട്ടും. ഓക്കെ, ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, സൺസ്ക്രീൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്: ഫിസിക്കൽ, കെമിക്കൽ, ബോഡി സ്പെക്ട്രം. ഓക്കെ, ഈ ഫിസിക്കൽ എന്ന് പറയുന്നതാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഓക്കെ, അതിൽ കെമിക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞിട്ട് UV റേസ് സ്കിന്നിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അത് സ്കിന്നിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതാണ് ഈ ഫിസിക്കൽ സൺസ്ക്രീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 മാസം പ്രായം കൂടുതലുള്ള കുട്ടികൾക്ക്, 6 മാസം മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനാണ് ഫിസിക്കൽ സൺസ്ക്രീൻ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ഞാൻ, UV റേസ് നമ്മുടെ സ്കിന്നിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെയുള്ള സൺസ്ക്രീനാണ് ഈ ഫിസിക്കൽ സൺസ്ക്രീൻ. ഓക്കെ, അപ്പോൾ അത് കുട്ടിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അടുത്തതാണ് കെമിക്കൽ സൺസ്ക്രീൻ. രണ്ടാമത്തത് കേട്ടോ, മൂന്നാമത്തതായിപ്പോയത്, രണ്ടാമത്തതാണ് കെമിക്കൽ സൺസ്ക്രീൻ. ഓക്കെ, ഈ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, രാസവസ്തുക്കൾ അടങ്ങിയ സൺസ്ക്രീനാണ് ഈ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിൽ യു വി റേസിനെ അബ്സോർബ് ചെയ്യുന്ന, അതായത് നമ്മുടെ സ്കിന്ന് യു വി റേസിനെ അബ്സോർബ് ചെയ്ത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ കെമിക്കൽ സൺസ്ക്രീൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ബോർഡ് സ്പെക്ട്രം. ബോർഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് UVA-B, ഈ രണ്ടും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. രണ്ടിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബോർഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഷുവറായിട്ടും ഞാനതിന് റീപ്ലൈ തരും. ഇനി അടുത്തത് വന്നിട്ട് ഏതൊക്കെ ഭാഗത്ത് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ ഭാഗത്തും നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ചിലർ മുഖത്ത് മാത്രമാണ് സൺസ്ക്രീൻ ഇടാറുള്ളത്. അങ്ങനെ പോരാ, നമ്മൾ കയ്യിലും കാലിലും, കൈയൊക്കെ ഇവിടെ വരെ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സൺസ്ക്രീൻ ഇടാവുന്നതാണ് കേട്ടോ. കാലിൽ ഇടാവുന്നതാണ്. മുട്ട് വരെയൊക്കെയുള്ള ഫ്രോക്കാണെന്നുണ്ടെങ്കിൽ ഇട്ടതെങ്കിൽ നമുക്ക് അവിടെ വരെ ആ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തൊക്കെ കാലിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സൺസ്ക്രീൻ. ഓക്കെ, പിന്നെ മാത്രമല്ല കഴുത്തിൽ അപ്ലൈ ചെയ്യാം, കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊന്നും നിങ്ങൾ മറക്കരുത്. കഴുത്തിൻ്റെ പിൻഭാഗത്തും കഴുത്തിന് താഴെയായിട്ടും കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള സൺസ്ക്രീനും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഏത് ബ്രാൻഡഡിൻ്റെയും ഏത് തരത്തിലുള്ള സൺസ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ്. ജെൽ ടൈപ്പ്, ലോഷൻ ടൈപ്പ്, ക്രീം ടൈപ്പ് അല്ലേ? അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം സൺസ്ക്രീൻ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീൻ്റെ വീഡിയോ. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ കാണാത്തവർ. പിന്നെ മാത്രമല്ല, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കാണാത്തവർ. ഓക്കെ, കുറച്ച് മുന്നേ ചെയ്തതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനത് ഒന്നുകൂടെ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ക്രീം ടൈപ്പ് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ലോഷൻ ടൈപ്പ് യൂസ് ചെയ്യുക. ഓയിലി ആക്നെ പ്രോബ്ലം ഉള്ള സ്കിൻകാരാണെന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെയിലത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അരമണിക്കൂർ മുമ്പ് വേണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പം പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ആ പുറത്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് ഇട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളൊരു അരമണിക്കൂർ മുമ്പ്, നമ്മൾ എപ്പോഴാണോ പുറത്തിറങ്ങുന്നത്, ഇപ്പോൾ ഒരു 9 മണിക്കാണ് നമ്മൾ പുറത്തിറങ്ങുന്നതെങ്കിൽ നമ്മളൊരു 8:30 സമയമാകുമ്പം ആ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്തിട്ട് നിൽക്കുക. എന്നിട്ട് 9 മണിക്ക് പുറത്ത് പോകാം, നോ പ്രോബ്ലം. ഓക്കെ, അല്ലാതെ നമ്മൾ 9 മണിക്ക് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇറങ്ങണ ആ ഒരു സമയത്ത് 9 മണിക്ക് തന്നെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. അരമണിക്കൂർ മുമ്പ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് മറക്കരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നതിന് മുമ്പ് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ബേസിക് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൺസ്ക്രീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ഏത് കമ്പനി ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, ഉപയോഗിച്ച് നോക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ക്രീം ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി എടുത്താൽ മതി കേട്ടോ. ഈ ഇച്ചിരി എടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ രണ്ട് ഭാഗം തോനെ ഫുള്ളായിട്ട് ഈ വിരൽ മൊത്തം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഈ ഭാഗത്തും ഇച്ചിരി ഈ ഭാഗത്തും എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അല്ലാതെ അത് നമ്മൾ എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ എടുക്കുക, എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗത്തും ബാക്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ എടുത്തിട്ട് കൈയിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ. ഓക്കെ, അല്ലാതെ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ തോനെ എടുത്ത് ആ ട്യൂബ് മൊത്തം 2-3 പ്രാവശ്യത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അങ്ങനെ ഇടരുത്. ഓക്കെ, അപ്പോൾ എടുക്കുമ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി. ക്രീം ആയാലും ലോഷൻ ആയാലും അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ജെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീമിൻ്റെയും ലോഷനും എടുക്കുന്ന പോലെ അല്ലാതെ കുറച്ച് കൂടുതലധികം ജെൽ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ജെല്ലെന്ന് പറയുമ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ, അതെവിടെ എത്തത്തില്ല. അപ്പം നമ്മൾ കുറച്ചധികം എടുക്കണം, അതായത് കുറച്ച് തോനെ എടുക്കുക. നമ്മൾ ക്രീമോ ലോഷനോ എടുക്കുന്ന പോലെ അല്ലാതെ ജെല്ലെടുക്കുമ്പോൾ കുറച്ചധികം എടുക്കേണ്ടി വരും. ഓക്കെ, ജെൽ ടൈപ്പ് എടുക്കുമ്പം അതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, അതെങ്ങനെയാണെന്നുള്ളത്. ഓയിലി സ്കിന്നുകാർ ജെൽ ടൈപ്പാണ് യൂസ് ചെയ്യാന്നുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും. ഓക്കെ, ഞാൻ ക്രീം ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, ലോഷനും ക്രീം ടൈപ്പും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം, അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ക്രീം ടൈപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, മമ്മ എർത്തിൻ്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണിത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് സൂപ്പറാണ്. ഓക്കെ, ഇതിൽ SPF 50, അതുപോലെ PA
4+ ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ പലർക്കും ഉള്ള ധാരണയാണ് സൺ പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ, അപ്പോൾ ഒരുപാട് മൊത്തം എടുത്ത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ നന്നായിട്ട് സൺ പ്രൊട്ടക്ഷൻ കിട്ടും, അപ്പോൾ നമുക്ക് റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ളത് ആ ഒരു തോന്നൽ, അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അതായത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടൊന്നും വാരി തേക്കേണ്ട ആവശ്യമില്ല. വളരെ ഇച്ചിരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വളരെ ഇച്ചിരി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മുഖത്തും കഴുത്തിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു തെറ്റിദ്ധാരണയാണത്, അതാണ് ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് 2-3 hours മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ തരുള്ളൂ, അല്ലാതെ ഒരുപാട് നേരമൊന്നും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരത്തില്ല. അതായത് 6 hours അല്ലെങ്കിൽ 8 hours പ്രൊട്ടക്ഷൻ തരും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ഓരോ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യണം. ഓക്കെ, അല്ലാതെ 8 മണിക്കൂറൊന്നും ഒരു സൺസ്ക്രീനും നമുക്ക് പ്രൊട്ടക്ഷൻ തരത്തില്ല. അതൊക്കെ വെറുതെ പറയുകയാണ്. ഒരു സൺസ്ക്രീനും നമുക്ക് 8 hours ഒന്നും പ്രൊട്ടക്ഷൻ തരത്തില്ല. ഒരു 2-3 hours, അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റീഅപ്ലൈ ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് ഈ SPF എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന സൺസ്ക്രീനിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും SPF 50 അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണ് ഈ SPF എന്ന് പറയുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? SPF എന്നാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് 30, 40, 50 അതുവരെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. 50 above ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നും പറയില്ല. കാരണം ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും കൂടുതലായിട്ട് ചേരുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുക എന്ന് പറയുന്നത് 30, 40, 50 ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ 50 above ഉള്ള സൺസ്ക്രീനൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 30, 40 തന്നെ ഉണ്ടാവും നമുക്ക് അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ഒരു സംഗതികൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വാങ്ങിക്കുമ്പം SPF 50 above ഉള്ളത് വാങ്ങിക്കാൻ നിൽക്കണ്ട. SPF 50 വരെയുള്ള സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അത്യാവശ്യം നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടാനൊക്കെ അത് മതിയാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം PA+++, 3+ ഉള്ളത് വാങ്ങിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആരും മറക്കരുത്, സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പം SPF 30, 40, 50 അതുവരെയുള്ള സൺസ്ക്രീൻ വാങ്ങിക്കുക. അതുപോലെ തന്നെ PA+++, 3+ ഉള്ളത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് വിറ്റമിൻ D കിട്ടുമോ നമ്മളിങ്ങനെ സൺസ്ക്രീനൊക്കെ പുരട്ടി പുറത്തിറങ്ങിയാൽ എന്നുള്ളത്. അതോർത്തൊന്നും അവലാതിപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് വിറ്റമിൻ D ധാരാളമായിട്ട് കിട്ടും. ഓക്കെ, സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടുന്ന വെയിൽ മതി, വിറ്റമിൻ D അതിൽ ധാരാളം ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അതോർത്തൊന്നും അവലാതിപ്പെടേണ്ട, അതോർത്തൊന്നും വിഷമിക്കേണ്ട, നമുക്ക് വിറ്റമിൻ D നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൺസ്ക്രീനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ് ഈ മമ്മ എർത്തിൻ്റെ വിറ്റമിൻ C ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. ഓക്കെ, ഞാൻ ആദ്യം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലാക്മിയുടെ സൺസ്ക്രീൻ ആയിരുന്നു. അത് നന്നായിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് പാരബൻ ഫ്രീ, സിലിക്കൺ ഫ്രീ, UVA and B പ്രൊട്ടക്ഷൻ. യെസ്, UVA and B പ്രൊട്ടക്ഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീനാണിത്. ഓക്കെ, ഡ്രൈ സ്കിന്നുകാർക്ക് കണ്ണും ചിമ്മി മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൺസ്ക്രീനെ കുറിച്ച് അറിയാവുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.